ഏകാധിപത്യമല്ല നമ്മുടെ ഇന്ത്യയിലുള്ളത്, ജനാധിപത്യമാണ്. വോട്ടൊന്നും നമുക്ക് ചെയ്യേണ്ടതല്ല, അതൊക്കെ ആരെങ്കിലൊക്കെ ചെയ്തുകൊള്ളും, അതാരെങ്കിലൊക്കെ തിരഞ്ഞെടുത്തുകൊള്ളും എന്നുള്ള ലാഘവത്തോടു കൂടെ ഉള്ള ഒരു സമീപനം. ചന്തക്കുന്ന് മഹല്ല് കാളി മുഹമ്മദ് ബഷീർ ഫൈസിയാണ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് മീഡിയ ഗ്രാമത്തിനോടൊപ്പം. ഉസ്താദ്, വീണ്ടും കേരള രാഷ്ട്രീയം ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ആര്യാടൻ മുഹമ്മദ് എന്ന അതികായൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയുടെ കാളി കൂടിയാണത് അന്ന്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചോദിക്കുന്നത്, ഈ ന്യൂനപക്ഷ സമുദായങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇന്നത്തെ കാലിക രാഷ്ട്രീയത്തിൽ നേരിടുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് ഒരു മുസ്ലിം സമുദായത്തിന്റെ ഒരു കാളി എന്നുള്ള നിലയിൽ, ഈ പള്ളിയുടെ കാളി എന്നുള്ള നിലയിൽ അങ്ങേക്ക് പറയാനുള്ളത്? ഈ ഇലക്ഷൻ വളരെ സുപ്രധാനമായ ഒരു ഇലക്ഷനാണ്. വളരെ ശ്രദ്ധേയമായ, കേരളവും മൊത്തം ഇന്ത്യ വരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ഷനാണ്. അതുകൊണ്ട് തന്നെ വലിയ ചർച്ചയും വലിയ പ്രാധാന്യവും ഈ ഇലക്ഷന് നൽകപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മുടെ ഇന്ത്യ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ജനാധിപത്യ പ്രക്രിയ അത് യഥാർത്ഥത്തിൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത് മുഖേനയാണ് ഈ പ്രക്രിയ പൂർണ്ണമാകുന്നത്. ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിക്കുന്നത് ഇന്ത്യൻ ജനതയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനത വോട്ടവകാശം രേഖപ്പെടുത്തുകയും എന്നിട്ട് ഈ നാടിൻ്റെ ഭരണം നാം തന്നെ കൈകാര്യം ചെയ്യണം എന്ന സ്ഥിതിയിൽ നാം എല്ലാവരും എത്തിച്ചേരുകയും ചെയ്യുക വളരെ പ്രധാനമായ ഒരു ആശയമാണ്. ഏകാധിപത്യമല്ല നമ്മുടെ ഇന്ത്യയിലുള്ളത്, ജനാധിപത്യമാണ്. ആ ജനാധിപത്യ പ്രക്രിയക്ക് സഹായം നൽകുക എന്നുള്ളതാണ് ഒരു വോട്ടറുടെ പ്രധാനമായ അവകാശവും കർത്തവ്യവും. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് ഇലക്ഷൻ വരുമ്പോഴും 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം നൽകപ്പെടണം എന്നുള്ളതാണല്ലോ നിയമം. അതിനാവശ്യമായ രേഖകൾ ശരിയാക്കുക എന്നുള്ളത് ന്യൂനപക്ഷം എന്നുള്ളതല്ല, ഭൂരിപക്ഷത്തിൻ്റെയും ഒക്കെ വളരെ നിർബന്ധമായ ഒരു ബാധ്യതയാണ്. കാരണം 18 വയസ്സായ ഒരു വ്യക്തിക്ക് വോട്ടവകാശം നൽകപ്പെടുമ്പോൾ ഇലക്ഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന തീരുമാനത്തിലേക്ക് എത്താൻ ആദ്യം വോട്ട് വേണം എന്നുള്ളത് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവുക എന്നുള്ള നിലക്കും ഏതൊരു വ്യക്തിക്കും വോട്ടവകാശം ഉണ്ടാവുകയും വോട്ടിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. മൊത്തത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ ഇടയിലാണെങ്കിലും ഭൂരിപക്ഷത്തിൻ്റെ ഇടയിലാണെങ്കിലുമൊക്കെ ഒരു ചിന്താഗതിയുണ്ട്, വോട്ടൊന്നും നമുക്ക് ചെയ്യേണ്ടതല്ല, അതൊക്കെ ആരെങ്കിലൊക്കെ ചെയ്തുകൊള്ളും, അതാരെങ്കിലൊക്കെ തിരഞ്ഞെടുത്തുകൊള്ളും എന്നുള്ള ലാഘവത്തോടു കൂടെ ഉള്ള ഒരു സമീപനം വലിയ അപകടം ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ പൗരത്വത്തിൻ്റെ ഒരു അടയാളവും കൂടിയാണത് എന്ന് മനസ്സിലാക്കൽ വളരെയേറെ ആവശ്യമാണ്. പലരും പറയുന്നത് കേൾക്കാം, എൻ്റെ വോട്ട് ശരിയാക്കേണ്ടത് ഇവിടെയുള്ള രാഷ്ട്രീയക്കാരാണ് എന്ന് പറയുന്നത് കേൾക്കാൻ പറ്റും. പക്ഷേ രാഷ്ട്രീയക്കാരല്ല ഈ കാര്യം ചെയ്യേണ്ടത്. ഓരോരുത്തരും അവരുടേതായ ഉത്തരവാദിത്വം നിർവഹിക്കണം. അവരുടേതായ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനും പ്രവർത്തിക്കാനും സാധിക്കണമെങ്കിൽ നാം ഇവിടുത്തെ ഒരു പൗരനായി മാറേണ്ടതുണ്ട്. ആ പൗരത്വത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു രേഖയാണ് വോട്ട് ലിസ്റ്റിൽ പേര് വരിക എന്നുള്ളതും നമ്മുടെ കയ്യിൽ ഒരു ഇലക്ഷൻ ID കാർഡ് ഉണ്ടാവുക എന്നുള്ളതും. അതിലൊരിക്കലും ആരും അലംഭാവം കാണിക്കാൻ പാടില്ല. നമ്മുടെ വോട്ട് ശരിയാക്കേണ്ടത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ബാധ്യതയല്ല, നമ്മുടെ സ്വന്തം ബാധ്യതയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കി ഈ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും പങ്കാളികളാകണം എന്നതാണ് ഈ പള്ളിയുടെ ആലി എന്നുള്ള നിലക്ക് എല്ലാ വോട്ടർമാരോടും എനിക്ക് പറയാനുള്ളത്.